പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരനാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ നാട്ടിലില്ലാത്ത ചെടികൾ വേറെ സ്ഥലത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ തനത് സസ്യങ്ങളെ നശിപ്പിക്കും. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഈ അലങ്കാര ചെടികളെ മിക്കതും വളർത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിപ്പൂ, കൊങ്ങിണിപ്പൂ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വളർത്താൻ വാങ്ങി അത് നമ്മളിപ്പോൾ നാട്ടിലിങ്ങനെ അധിനിവേശ സ്വഭാവം ഇങ്ങനെ ചെറുതായി കാണിച്ചു വരുന്നുണ്ട്. അപ്പം ഈ ചെടികളൊക്കെ അങ്ങനെ ചിലപ്പം ഇങ്ങനെ അധിനിവേശ സസ്യങ്ങൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബട്ടർഫ്ലൈസ് ഒന്നും ഈ ചെടികൾ അങ്ങനെ വരാറുണ്ട്. ജീവിവകുപ്പും പിന്നെ റാണിപുരം വനസംരക്ഷണ പദ്ധതി, അതായത് കാസർഗോഡ്. അപ്പൊ നമ്മൾ കേരളത്തിന്റെ ഊട്ടി റാണിപുരം എന്ന് പറയാറുണ്ട്. ചില ക്വിസിനൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അവിടെ നമ്മുടെ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ മികച്ച 4 കുട്ടി ബേർഡേഴ്സിന് ഒരു അവാർഡ് കൊടുക്കും. ഇതിപ്പോൾ അവർ ഫസ്റ്റ് ടൈം കൊടുക്കുന്നതാണ്. അപ്പം എനിക്കും എൻ്റെ ഒരു ഫ്രണ്ട് നിഹാൽ മഹേഷ്, പിന്നെ സർവേഷ് മാധവ്, പിന്നെ നെഹാരിക ഡി എന്ന് പറഞ്ഞ ഒരു കുട്ടി, ഞങ്ങൾ 4 പേർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരനാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. ശലഭങ്ങളെക്കുറിച്ച്, അതേപോലെ തുമ്പി, പക്ഷികളെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തി നിരവധി പുരസ്കാരങ്ങൾ നേടിയ അശ്വഘോഷ്. അശ്വഘോഷിന്റെ പേര് ഒരു വെറൈറ്റി പേരാണല്ലോ. അതെ. ആരാണ് പേരിട്ടത്? അത് എൻ്റെ വല്യമ്മയാണ്. അതായത് ഞാൻ ജനിച്ചപ്പം മിക്ക ഡോക്ടേഴ്സും പറഞ്ഞ് ഞാൻ പെൺകുട്ടിയായിരിക്കുന്നത്. അപ്പം ഈ പെൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞപ്പം എല്ലാവരും ആരണ്യ എന്നുള്ള പേര് കണ്ടുപിടിച്ചു. പെട്ടെന്ന് ഞാൻ ജനിച്ച് പുറത്ത് വന്നപ്പോൾ മനസ്സിലായി ഞാൻ ആൺകുട്ടിയാണ്. അപ്പം എൻ്റെ വല്യമ്മ പറഞ്ഞു അശ്വഘോഷ് എന്ന് പേരിടാം. അങ്ങനെയാണ് എനിക്ക് ഈ പേരിട്ടത്. വീട്ടിലെന്താ വിളിക്കുക? അച്ചു. സ്കൂളിലൊക്കെ പറയാറുണ്ടോ പേരിനെ കുറിച്ചിട്ട്? സ്കൂളിൽ ഒരാണ് ടീച്ചർ ചോദിച്ചു, നിനക്ക് എവിടെ നിന്ന് കിട്ടിയാൽ ഇങ്ങനത്തെ പേര് ചോദിച്ചിരുന്നു. ഞാൻ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് ചായോത്ത് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ്. ഞാൻ ഇപ്പം കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയത്. അപ്പം എൻ്റെ ക്ലാസ് ടീച്ചർ ചോദിച്ചിരുന്നു, നിനക്ക് എവിടെ നിന്ന് കിട്ടിയ പേര്? അച്ചു എന്നാണ് എല്ലാവരും വിളിക്കുക. അച്ചു എന്നാണ് വിളിക്കുക. ഫ്രണ്ട്സ് അച്ചു എന്ന് വിളിക്കുന്നതാണ് അശ്വഘോഷ് വിളിക്കുന്നതാണ് ഇഷ്ടം? ഈ രണ്ടും ഈക്വലാണ്. അപ്പോൾ അശ്വഘോഷ് ശരിക്കും കോഴിക്കോട്ടുകാരാണ്? അതെ, കോഴിക്കോടാണ്. അതായത് അമ്മേൻ്റെ വീട് കോഴിക്കോടാണ്. പിന്നെ അമ്മയ്ക്ക് ജോലി ട്രാൻസ്ഫർ ആയപ്പോൾ അങ്ങനെ കാസർഗോഡ് എത്തി. പക്ഷെ ഇപ്പോൾ കാസർഗോഡ് തന്നെ കുറേ പരിസ്ഥിതിപരമായിട്ട് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമുക്ക് കുറേ മാഷുമാരുണ്ട്, പപ്പം മാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാഷുമാരുണ്ട്. കാസർഗോഡും ഇഷ്ടമാണ്. ഇപ്പോൾ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ്, കൂട്ടുകാർ? ഞങ്ങൾ ക്ലാസ്സിൽ 37 പേരുണ്ട്. അപ്പോൾ 37 പേരും ഞാൻ ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 1-2 പണക്കം അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികം. നമുക്ക് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ഞാൻ, എൻ്റെ അനിയത്തി, അച്ഛൻ, അമ്മ, ഞങ്ങൾ 4 പേരാണ്. ഇപ്പം ഞങ്ങൾ വല്യച്ഛൻ്റെ വീട്ടിലാണ്. അപ്പോൾ വല്യച്ഛൻ്റെ വീട്ടിൽ വല്യമ്മ, വല്യച്ഛൻ, അച്ഛമ്മ, പിന്നെ അവരുടെ മോള്, പിന്നെ മോൻ, എൻ്റെ കസിൻ ബ്രദർ ജിത്തുവേട്ടൻ പാലയിലാണ്, ബ്രില്യൻസ് പാലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, പോവും, അങ്ങനെ കിട്ടാറില്ല ആളെ. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ലാബ് ടെക്നീഷ്യനാണ്, പടന്നക്കാട് ആയുർവേദ ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യൻ. ഇപ്പോൾ എന്നോട്ടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2ാം ക്ലാസ് തൊട്ടിട്ട് 2ാം ക്ലാസ് അച്ഛന് ഈ പറയുന്ന പ്രകൃതിയോട് ഒരു ഇഷ്ടം തുടങ്ങിയിട്ട്. അതെ അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ്? അത് എൻ്റെ അമ്മയുടെ അച്ഛൻ, ഞങ്ങൾ അമ്മച്ചൻ എന്ന് കോഴിക്കോട് വിളിക്കുന്നു. അപ്പം അമ്മച്ചൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അമ്മച്ചൻ ആദ്യം ഫോറസ്റ്റിലായിരുന്നു, പിന്നെ റിട്ടയർ ആകുമ്പോൾ അവർ കൊടുത്തൊരു പുസ്തകമാണ് ബേർഡ്സ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞിട്ട് 3 ബ്രിട്ടീഷുകാർ ചേർന്ന് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം ഞാൻ അമ്മച്ചൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി, സത്യത്തിൽ അടിച്ചു മാറ്റി. അപ്പം അടിച്ചു മാറ്റി വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ കാസർഗോഡ് എത്തിയതിന് ശേഷം ഈ വീടിന് ചുറ്റും കാണുന്ന പക്ഷികൾ അതിനെ ജസ്റ്റ് നോക്കുക. അപ്പം കാക്കേനെ കാണുന്നു, കാക്കയ്ക്ക് റൗണ്ട് ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അതിന് കിരീടവും മാലയൊക്കെ വരച്ചു കൊടുക്കുന്ന എൻ്റെ ഹോബിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പക്ഷികളെ ആദ്യം നിരീക്ഷിച്ചു തുടങ്ങിയത്. പിന്നെ 3ാം ക്ലാസ്സിലെത്തിയപ്പോൾ ആ ഒരു ടൈമിൽ കൊറോണ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ശലഭങ്ങളെക്കുറിച്ച് ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ മഞ്ജുഷ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇപ്പോൾ കൊറോണയാണ്, എങ്ങോട്ടും പോവലൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് വീട്ടിലെ ചുറ്റും ഒന്ന് ഇറങ്ങി നടന്നു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര മടിയായിരുന്നു, വെറുതെ മുറ്റത്തിറങ്ങി നടക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ഞാൻ ജസ്റ്റ് ഒന്ന് കളിക്കാൻ ഇറങ്ങിയപ്പം
ഒരു കുഞ്ഞു പൂമ്പാറ്റ, വെള്ള നിറമുള്ള ഒരു കുഞ്ഞു പൂമ്പാറ്റ പറന്ന് വന്ന് ഞങ്ങളുടെ വീടിന് തൊട്ട് മുമ്പിലുള്ള ഒരു തുളസി ചെടിയിൽ വന്നിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു, അമ്മ ഏതാ പൂമ്പാറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വന്നു, ഞങ്ങൾ ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു കൊടുത്തു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇത് നാട്ടുകോമളി എന്ന് പറയുന്ന ബട്ടർഫ്ലൈ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ അത് ഞങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് എന്നെ കുറേ അഭിനന്ദിച്ചു. അപ്പോൾ അതാണ് എനിക്ക് തുടർന്നുള്ള നിരീക്ഷണങ്ങൾക്ക് ഒരു പ്രചോദനമായി മാറിയത്. എന്താ ടീച്ചറെ പേര്? മഞ്ജുഷ ടീച്ചർ. ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഞങ്ങൾ 3ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് മലയാളവും EVS രണ്ടും ഹാൻഡിൽ ചെയ്തിരുന്നു. അമ്മയാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ്? അതെ, അത് ഞാൻ എൻ്റെ ഒരു താല്പര്യം കണ്ടിട്ട് അമ്മയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ബുക്കുകളായിരുന്നു ആദ്യം റെഫർ ചെയ്തിരുന്നത്. നമ്മുടെ കേരളത്തിലെ ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഇളമൺ എന്ന് പറയുന്ന ഒരു സാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അത് നമ്മുടെ ഇന്ദുചൂടൻ, നമ്മൾ കേരളത്തിൻ്റെ പക്ഷിമനുഷ്യൻ എന്ന് പറയുന്ന ഇന്ദുചൂടൻ്റെ ശിഷ്യനാണ് സുരേഷ് ഇളമൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരേ ടൈം ബട്ടർഫ്ലൈസും ഒരേ ടൈം ബേർഡ്സും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ എഴുതിയൊരു ബുക്കുണ്ട്. പിന്നെ എനിക്ക് 5ാം ക്ലാസ്സിൽ എൻ്റെ ഈ താല്പര്യമെല്ലാം കണ്ടു. 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു ശാസ്ത്രീയമായ പഠനം ആരംഭിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു താല്പര്യം കണ്ടിട്ട് എൻ്റെ രചന ടീച്ചർ പോണം എന്ന് പുറകെ നടന്ന് പറഞ്ഞു NGC ക്യാമ്പിന്. അപ്പോൾ NGC ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഗ്രീൻ കോപ്സ്. അത് നമ്മളുടെ കേന്ദ്ര സർക്കാരിന് കീഴിൽ നടത്തി വരുന്ന ഒരു ക്യാമ്പ് പ്രൊജക്റ്റാണ്. അപ്പം നമ്മുടെ ഓരോ ജില്ലയിലും ഉള്ള 50 സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2 കുട്ടികൾ വീതം ഒരു ക്യാമ്പിന് പങ്കെടുപ്പിക്കും. അപ്പം എന്നെ അങ്ങനെ ഒരുവിധം ടീച്ചർ കൊണ്ടുപോയി. ആദ്യം എനിക്ക് പോകാൻ ഇഷ്ടമല്ലായിരുന്നു, കാരണം 3 ദിവസം അമ്മയില്ല, അച്ഛനില്ല. അപ്പം എനിക്ക് ജസ്റ്റ് ഒരു ഫിയറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്യാമ്പിനെത്തി. അപ്പം ക്യാമ്പിൽ ഞങ്ങൾക്ക് വലിയ പറമ്പാന്ന് പറഞ്ഞ ദ്വീപിൽ വെച്ചായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് സുസ്മിത ടീച്ചർ പരിചയപ്പെട്ടു. സുസ്മിത ടീച്ചറാണ് NGC ജില്ലാ കോർഡിനേറ്റർ, ഞങ്ങളുടെ ജില്ലയിലെ കോർഡിനേറ്ററാണ്. അപ്പം ടീച്ചർ എന്നെ കണ്ടപ്പം തന്നെ എനിക്ക് കുറേ പ്രചോദനം നൽകി. അതായത് നീ തുടർന്ന് പഠിക്കണം അങ്ങനെ പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ പപ്പ മാഷെ കണ്ടു, പത്മനാഭൻ TP എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കേരളത്തിൽ പരിസ്ഥിതി സംഘടന ആദ്യം രൂപീകരിച്ച് പ്രൊഫസർ ജോൺ C ജേക്കബ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് നമ്മുടെ ഈ പത്മനാഭൻ TP എന്ന് പറയുന്ന പപ്പ മാഷ്. അപ്പോൾ അവരെല്ലാം സീക്ക്, സൊസൈറ്റി ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. അപ്പം ഞാനും അതിലെ അംഗമായി. അപ്പം പപ്പ മാഷ് അവിടെ പോയാൽ എന്നെക്കുറിച്ച് പറയും, ഇപ്പം സീക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഇതാണ്, കാരണം അത്രയും വലിയൊരു മനുഷ്യൻ്റെ ഒപ്പം ഇങ്ങനെ ക്യാമ്പിനൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നത് എനിക്ക്. ഇത് 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണോ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ചെറിയ കുട്ടിയുണ്ടാവും. ശരി. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ കുട്ടികൾക്ക് NGC ക്യാമ്പിൽ പങ്കെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം പോയി. അങ്ങനെ കുറേ പാഠങ്ങൾ, പരിസ്ഥിതിയെക്കുറിച്ചുള്ള കുറേ അറിവുകൾ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ ഞാൻ പിന്നെ അടുത്ത NGC ക്യാമ്പിന് പോയി. അങ്ങനെ നിരവധി NGC ക്യാമ്പുകൾക്ക് പോയി. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ NGC ക്യാമ്പിന് പോയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിരുന്നു. കുട്ടിയൊക്കെ പറയുമ്പോൾ പ്രായം കൂടിയുണ്ടോ? ഉണ്ട്. ഞങ്ങൾ +2 വരെയുള്ള കുട്ടികൾ വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പീലൊക്കെ കൊടുക്കും. 10ാം ക്ലാസ് വരെ അപ്പോൾ നമ്മളെക്കാൾ മുതിർന്ന ഒരാൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. ആദ്യം ഞാൻ 6ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് ക്ലാസ് എടുത്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് നല്ല ഫിയർ ഉണ്ടായിരുന്നു, കാരണം ഈ ഏട്ടന്മാരെന്ത് പറയും, ചീത്ത അറിയോന്നൊക്കെ കമന്റ്സ് ഒക്കെ പറയാറുണ്ടോ? നല്ല അഭിപ്രായം പറയാറുണ്ട്. ഇതുവരെ എനിക്കൊരു മോശം അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലായിടത്തും നല്ല കുട്ടികളായിരുന്നു, എല്ലാവരും നന്നായി ശ്രദ്ധിച്ചു, നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റിയിരുന്നു. പക്ഷികളിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള പക്ഷികളെ? മീൻസ് നോർമൽ ആയിട്ടുള്ള കാക്ക, നമ്മൾ സാധാരണക്കാരന കാക്കകളിൽ നിന്നാണോ അതോ ദേശാടന പക്ഷികൾ പോലുള്ള പക്ഷികളിൽ നിന്നാണ്? കാക്കയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഞാൻ ജനിച്ചിട്ട് ആദ്യം പറഞ്ഞ വാക്ക് കാക്കാണ്. അപ്പം കാക്ക തന്നെയാണ് എനിക്ക് പക്ഷി നിരീക്ഷണത്തിന് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ ബുക്കിൽ ഫസ്റ്റ് റൗണ്ട് ചെയ്ത് കാക്കേനെയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പം ഓരോ ജീവികളെയും നോക്കി വരും. ചിത്രശലഭത്തിലേക്ക് വരുന്ന സമയത്ത് എത്ര ടൈപ്പ് ഓഫ് ചിത്രശലഭങ്ങളുണ്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടോ? നമുക്കിപ്പോൾ കേരളത്തിൽ 330 സ്പീഷീസ്, ഇനങ്ങൾ, എണ്ണമല്ല. പലരും എന്നോട് ഇപ്പം ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചോദിക്കും 330 തന്നെ ഉള്ളൂ, എൻ്റെ വീട്ടിൽ തന്നെ 30 എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്, അപ്പം ബാക്കി കേരളത്തിൽ എത്ര ഉണ്ടാവുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എണ്ണവും ഇനവും വേറെ വേറെയാണ്. അപ്പം 330 ഇനം ബട്ടർഫ്ലൈസ് കാണുന്നുണ്ട്. അപ്പം എനിക്കിപ്പം ഏകദേശം ഒരു 185 190 സ്പീഷീസ് ശലഭങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ പിന്നെ ബുക്ക് റെഫറൻസ് വേറെ. ഈ പൂപ്പ കണ്ടിട്ട് ഇത് ഇന്ന ചിത്രശലഭമാവും അങ്ങനെ തിരിച്ചറിയാൻ എവിടുന്നാ അത് പഠിച്ചു തുടങ്ങിയത്? അത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഉള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. മിക്ക ബട്ടർഫ്ലൈസും നമുക്ക് ഇങ്ങനെ ലാർവ കണ്ട് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചു മങ്കി പസിൽ, ഇത് മാവിലാണ് മുട്ടയിടുന്നത്. പക്ഷെ മാവിൽ മുട്ടയിടുന്ന കുറേ ശലഭങ്ങൾക്ക് ഒരേപോലത്തെ ലാർവകളാണ് ഉണ്ടാവുക. ഏകദേശം ഇതിപ്പോൾ മങ്കി പസിലാണ്. ഇതല്ലാണ്ട് ഇമ്പീരിയൽ വെള്ളിവാൽ എന്ന് പറഞ്ഞൊരു പൂമ്പാറ്റയുണ്ട്, അതും മാവിൽ തന്നെ മുട്ടയിടുക. ആ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ ചെറിയൊരു ഡിഫറൻസ് അനുസരിച്ചാണ് ഇത് രണ്ടും 2 സ്പീഷീസ് ആവുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വീടിന് മുറ്റത്ത് ഒരു കിണറുണ്ട്. അപ്പോൾ കിണറിലേക്ക് ഒരു വലിയ ഉരുതൂക്കിൻ്റെ വള്ളി ഇങ്ങനെ പടർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വള്ളിയിൽ ഒരു ദിവസം നോക്കിയപ്പം 3 തരത്തിലുള്ള ലാർവേനെ കണ്ടു.
ഒന്ന് വളരെ ചെറുതായിരുന്നു, അതിനൊരു വെള്ള വരയുണ്ട്. രണ്ടാമത്തേത് അതിൻ്റെ അതേ സൈസ് തന്നെയാണ്, പക്ഷേ വെള്ള വരയില്ല. മൂന്നാമത്തേത് വളരെ വലുതാണ്, നല്ല വെള്ള വരയുണ്ട്. അപ്പം ഇത് മൂന്നും കണ്ടപ്പം ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യം അതിനെ എടുത്ത് കൊല്ലാൻ നോക്കി, അടിക്കാൻ നോക്കി. അപ്പം അമ്മ പറഞ്ഞു അതിനെ കൊല്ലണ്ടാന്ന്. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് അതിൻ്റെ ഇല എന്നെ കൊടുത്തിട്ട് വളർത്തി നോക്കി. അപ്പം ഈ വെള്ള വര ഉള്ളത് നാട്ടു റോസ് എന്ന് പറയുന്ന ശലഭായി, വെള്ള വര ഇല്ലാത്ത ചെറുത് ക്രിംസൺ റോസ്, ചക്കര ശലഭായി. വലിയ വെള്ളവരല്ല, വലിയ പുഴു ഗരുഡശലഭായി. ഗരുഡശലഭം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണ്. അപ്പം ഞാൻ ഇങ്ങനെ 3 പോയിന്റ് പറഞ്ഞു. അപ്പം ഈ 3 പോയിന്റ് നമുക്ക് എങ്ങനെ ഒരു ബട്ടർഫ്ലൈനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ലാർവയിലൂടെ പറയുന്നതാണ്. അപ്പോൾ നമുക്കിപ്പം ലാർവകൾ തന്നെ നമുക്ക് കേരളത്തിൽ 6 ചിത്രശലഭ കുടുംബങ്ങളുണ്ട്. ഞാൻ കുറച്ചും കൂടി മനസ്സിലാവുന്ന തരത്തിൽ പറയുകയാണ്, കുറച്ച് സയന്റിഫിക്. അതായത് നമുക്ക് പാപ്പിലിയോണിഡേ, കിളിവാലൻ ശലഭങ്ങൾ പൊതുവെ വലിയ ശലഭങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് നല്ല ഹൈ സ്പീഡിൽ പറക്കും, അങ്ങനെയുള്ള കിളിവാലൻ ശലഭങ്ങൾ. പിന്നെ പാപ്പിലിയോണിഡേ, മഞ്ഞയും വെള്ളയും നിറമുള്ള ശലഭങ്ങൾ. അത് നമ്മൾ സാധാരണ കാണുന്ന ഈ മഞ്ഞപ്പാപ്പാത്തി, പൊട്ടുവെള്ളാട്ടി എന്നൊക്കെ പറയുന്ന, നമ്മളിപ്പം എവിടെ നോക്കിയാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കണ്ണുപിടിച്ചാൽ മതി, ഒരു വെള്ള കുഞ്ഞു പൂമ്പാറ്റ പറന്നു പോകുന്നതാണ് ചെറുത്. അതെല്ലാം ഈ പീരിഡയിലാണ് ഉൾപ്പെടുന്നത്. പിന്നെ നിംഫാലിഡേ, രോമപാത ശലഭങ്ങൾ. അപ്പം ഇത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ 102 സ്പീഷീസ് ഇതിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ ഹെസ്പിരിഡേ എന്ന് പറഞ്ഞ് തുള്ളന്മാരും പരപ്പന്മാരുമായ ശലഭങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈച്ചകളായിട്ട് തോന്നും, കാരണം നല്ല സ്പീഡാണ്. നമ്മളിപ്പം നമ്മൾ ഈ പുല്ലുകൂടിയൊക്കെ നടക്കുമ്പോൾ ചെറിയ ചെറിയ പാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുന്ന പോലെ. അപ്പം അതെല്ലാം ഈ ഹെസ്പിരിഡേ ആണ്. പിന്നെ ലൈക്കേനിഡേ, നീലി ശലഭങ്ങൾ. ഇതിൽ പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ബ്രൗണ് അല്ലെങ്കിൽ ഒരു ഗ്രേ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് ചെറുത് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ബ്ലൂ ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പല പല അത്ഭുതകരമായ ഒരു ഭംഗിയുള്ള ശലഭങ്ങൾ നമ്മുടെ പരിസ്ഥിതിയിലുണ്ട്. അപ്പം ഇതിൽ ഈ ലൈക്കേനിഡേ എന്ന് പറയുന്ന എല്ലാം ഇങ്ങനെ പരന്നിട്ടായിരിക്കും അതിൻ്റെ ലാർവകൾ ഉണ്ടാവുക. നമ്മളിപ്പം ചപ്പാത്തി ഇങ്ങനെ നീളത്തിൽ മാത്രം പരത്തിയാൽ ഇങ്ങനെ ഉണ്ടാവും, അതേപോലെ ആയിരിക്കും ഇലയിലൊക്കെ വന്നിരിക്കാം. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പാപ്പിലിയോണിഡേ അതിന് കുറച്ചും കൂടി വലിയ ലാർവകളായിരിക്കും. പീരിഡയിലുള്ളത് പൊതുവെ ഈ വലുത് തന്നെയായിരിക്കും, പക്ഷേ അത് നീട്ടായിരിക്കും കൂടുതൽ, അധികം വണ്ണം ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഹെസ്പിരിഡേ, അതിന് പറഞ്ഞാൽ ഹൃദയാകൃതിയിലുള്ള തലയായിരിക്കും ഉണ്ടാവുക. അത് പൊതുവെ നമ്മുടെ ഈ പുല്ലുകൾ, മഞ്ഞൾ, മുള അങ്ങനെയുള്ള ചെടികളിലാണ് മുട്ടിടുന്നത്. പിന്നെ റയോഡിനിഡേ എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്. അത് നമ്മുടെ കേരളത്തിലാകെ 2 ഇനം മാത്രമേ ഉള്ളൂ. അപ്പം ഇത് വേറെ നമ്മുടെ ഈ കുറ്റിക്കാട് പോലെ വളർന്നു നിൽക്കുന്ന മരങ്ങളിൽ മാത്രമാണ് മുട്ടിടുന്നത്. അപ്പം ഇങ്ങനെ ലാർവ ഓരോന്നിൻ്റെ സൈസും അതിൻ്റെ അപ്പിയറൻസും അനുസരിച്ച് മാറും. തുമ്പികളുടെ കാര്യം, തുമ്പികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിശ്വസിച്ച് ഈ മണ്ണിൽ മുട്ടിരുന്ന സാധനമാണ് തുമ്പി. അപ്പൊ നമ്മുടെ ഈ പറയണ നമ്മൾ പറയല്ലേ, ഈ പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പമാകുന്ന സമയത്ത് കുഴിയാനകളെ കാണല്ലോ, കുഴിയാന തുമ്പിയുടെ ലാർവയാണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ വെള്ളത്തില് തുമ്പിയുടെ ലാർവ വെള്ളത്തിലുണ്ടാവും. അതെ, തുമ്പീൻ്റെ ലാർവ വെള്ളത്തിലാണ്. അപ്പം നമുക്ക് 2 തരം തുമ്പികളാണ് ഉള്ളത്, സൂചി തുമ്പിയും കല്ലൻ തുമ്പിയും. അപ്പം നമ്മൾ ഈ കല്ലൻ തുമ്പി എന്നുള്ള പേര് വരാൻ കാരണം നമ്മൾ ചിറകിന് പിടിച്ചിട്ട് കല്ലെടുപ്പിക്കുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കല്ലൻ തുമ്പി എന്ന് പേരിട്ടു. ഇത് 2 മുട്ടിരുന്നത് വെള്ളത്തിലാണ്. കുഴിയാന എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ജീവിയാണ്, ആൻഡ്ലൈൻ ഫ്ലൈ അഥവാ കുഴിയാന തുമ്പി എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ജീവിയുണ്ട്. അപ്പോൾ നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും 1ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ അടക്കം പറയാറുണ്ട് ഈ കുഴിയാന മുട്ടിരുന്നത് മണ്ണിലാണ്. അപ്പം കുട്ടികളെല്ലാം ഇത് വിശ്വസിക്കും. അപ്പോൾ എന്നാലും ഞാൻ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അപ്പം കുട്ടികൾ ചോദിച്ചു, ഞാൻ ചോദിച്ചു നിങ്ങൾ തുമ്പീനെ ലാർവേനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാവരും കൈവക്കി. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ഈ വെള്ളത്തിൻ്റെ അടുത്തുള്ളവരാണോ? പറഞ്ഞു ഒരൊറ്റ കുട്ടിയെ വെള്ളത്തിൻ്റെ അടുത്തുള്ളൂ. അപ്പം നിങ്ങൾ അവിടെ നിന്ന് കണ്ടു ചോദിച്ചു. അവർ പറഞ്ഞു ഈ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കുഴിയിൽ എപ്പോഴും മാന്തി വെക്കുന്നു പറയും കുഴിയാന. അതെ, അത് ചെറുതാവുമ്പോൾ മിക്ക കുട്ടികളുടെ ഒരു ഹോബിയാണ് ഇങ്ങനെ കുഴിയാനെ കണ്ടുപിടിക്കുക, അതിങ്ങനെ ബാക്കറ്റ് അടിച്ച് പോകണത്. അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉറുമ്പിനൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഒറ്റ ഞൊട്ടിന് ഒരു ഉറുമ്പിനെ കുഴിയിൽ വീഴ്ത്തി കൊടുക്കും. ശരിക്കും കുഴിയാന തുമ്പിന്റെ ലാർവല്ലേ? അല്ലല്ല, വേറെ തന്നെ ജീവിയാണ്. ഇത് ഞാനൊരു തവണ വളർത്തി നോക്കി. അതായത് കുഴിയാനേനെ ഒരിടത്തുനിന്ന് പിടിച്ചിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് അതിലിട്ട് നോക്കി. അപ്പം പിന്നെ വിരിഞ്ഞ് വന്നപ്പം എനിക്ക് ഒരു ജീവനെ കാണാൻ പറ്റി. അതെന്ന് പറഞ്ഞാൽ ഏകദേശം തുമ്പിനോട് തന്നെ സാമ്യം ഉണ്ടാവും, പക്ഷെ തുമ്പിയല്ല. തുമ്പിക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻറ്റിന, കൊമ്പ്, 2 കൊമ്പ് ഉണ്ടാവും മിക്ക ഷഡ്പദങ്ങൾക്കും. അപ്പോൾ തുമ്പീൻ്റെ കൊമ്പ് വളരെ ചെറുതായിരിക്കും, നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ ഈ കുഴിയാന തുമ്പിക്ക് വളരെ നീണ്ട കൊമ്പായി, അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ പറ്റും. ഈ നമ്മൾ ഈ അയലിന്റെ മുകളിലൊക്കെ വന്നിരിക്കുന്നതാണല്ലേ? അത് ഏത് ടൈപ്പ് ഓഫ് തുമ്പിയാ? അത് നമ്മൾ ഈ വെള്ളത്തിൽ മുട്ടിരുന്ന ഒറിജിനൽ തുമ്പികൾ, കല്ല് തുമ്പി. അതിനെയാണല്ലോ നമ്മൾ വിളിച്ച. പിന്നെ സൂചി തുമ്പികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വാല് എന്ന് പറയും, പക്ഷെ ഒറിജിനൽ അതിന്റെ വയറാണ്, നീണ്ട വയറ്. അത് വളരെ സൂചി പോലെ മെലിഞ്ഞതാണെങ്കിൽ അത് സൂചി തുമ്പി. നമ്മൾ കല്ലെടുപ്പിക്കുന്ന തടിച്ച വാലുള്ളത് കല്ലൻ തുമ്പി. നിനക്ക് എത്ര ആയുസിന്റെ കാര്യമൊക്കെ എങ്ങനെയായിരുന്നു?
നമ്മളിപ്പം ഓരോന്നും നമുക്ക് കൃത്യമായ ഒരു ആയുസ് ഇത്ര കാലം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തുമ്പികളാണെങ്കിൽ ചിലത് 2 വർഷം വരെ ഈ ലാർവയായിട്ട് തന്നെ ഇരിക്കും. അതിന് ശേഷം 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇത് ജീവനൊടുക്കും. നമ്മുടെ ഈ തുലാതുമ്പി പറയാറുണ്ട്, അതായത് നമ്മുടെ ഈ തുലാമാസത്തിൽ വരുന്ന ചെറിയ ബ്രൗൺ ഓറഞ്ച് ഷെയ്ഡുള്ള ഒരു തുമ്പി. അതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആഫ്രിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരികയാണ്. ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട്? അതെ, മഡഗാസ്കർ എന്ന് പറയുന്ന ആഫ്രിക്ക. ഇത്ര ദൂരം അവർക്ക് സഞ്ചരിക്കാൻ പറ്റും? ഇല്ല, അത് 4-5 ജനറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ എത്തുക. അതായത് ഇപ്പം ഒരു തുമ്പി പറന്നുപോയി, അപ്പം അത് തൊട്ടടുത്ത് കാണുന്ന ഒരു ദ്വീപിലെ ശുദ്ധജലത്തിൽ മുട്ടയിട്ടു. അപ്പം ഈ ജനറേഷൻ അവിടെ തീർന്നു. അപ്പം അടുത്ത ജനറേഷൻ അത് പോയി, അടുത്ത ദ്വീപിൽ മുട്ടയിട്ടു. അതിനുശേഷം അടുത്ത ജനറേഷൻ, അങ്ങനെ ഒരു 4-5 ജനറേഷനാണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൺസൂൺ കാറ്റില്ലേ, മൺസൂൺ കാറ്റ് അങ്ങോട്ട് വീശിയാൽ അത് നമ്മൾ ഇന്ത്യയിൽ വന്നു, ഇന്ത്യ ടച്ച് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാറ്റിൻ്റെ ഗതി അനുസരിച്ച് തുമ്പികൾക്ക് മനസ്സിലാവും, അതായത് എനിക്ക് ഇങ്ങനെ പോകാനായി. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കടലാമയില്ലേ, കടലാമ എന്ന് പറഞ്ഞാൽ മുട്ടയിടാൻ വേണ്ടി മാത്രമേ കരയിൽ കയറാറുള്ളൂ. അപ്പോൾ ഈ കടലാമ ഒരു ജനുവരി ഫെബ്രുവരി സീസൺ ആകുമ്പം അതിൻ്റെ ജീനിൽ തന്നെയുള്ള ഒരു സത്യമുണ്ട്. അപ്പം ആ ഒരു സത്യം ഉണ്ടെന്ന് എനിക്കും, അതായത് എനിക്ക് മുട്ടയിടാൻ പോകാനുള്ള സമയമായി, ഇന്ന തീരത്തേക്ക് പോകണം. അപ്പോൾ അത് എക്സാക്റ്റ് അത് വിരിഞ്ഞ അതേ തീരത്തേക്ക് തന്നെ വെച്ച് പിടിക്കും. അത് എത്ര ദൂരെയാണെങ്കിലും അത് കൃത്യം അവിടെ തന്നെ ആ ഒരു മാർച്ച് ഏപ്രിൽ സീസൺ ആകുമ്പം കൃത്യം അവിടെ തന്നെ ഇട്ടു. അതായത് ഇവർ വിരിഞ്ഞിട്ടുള്ള അതേ തീരത്തേക്ക്. കുറെ നിരവധി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് ഏതൊക്കെയാ ഓർമ്മയിലുള്ളത്? എത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്? ഞാനൊരു 5-6 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ 3 ചെയ്തു. അത് 3 ബട്ടർഫ്ലൈസ് തന്നെയായിരുന്നു. അതായത് ഒന്ന് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ്, അത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന പരിപാടിയാണ്. അതിൽ ഞാൻ നാഷണൽ ലെവൽ വരെ പോയിട്ട് ഫസ്റ്റ് 20-ൽ കിട്ടിയില്ല, ഫസ്റ്റ് 25-ൽ കിട്ടിയിരുന്നു. പിന്നെ ഞാൻ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ഒരു കുട്ടികളുടെ ജൈവവൈവിധ്യ കോൺഗ്രസ് നടത്താറുണ്ട്. അപ്പോൾ അതിന് ഞാൻ പൂമ്പാറ്റകളെ വെച്ച് തന്നെ കൊടുത്തു. അത് പക്ഷേ എനിക്ക് ജില്ലാ ഫസ്റ്റ് കിട്ടി, സ്റ്റേറ്റിൽ പൊസിഷൻ കിട്ടിയില്ല. പിന്നെ ഞാൻ ശാസ്ത്രമേളയ്ക്ക് ഇത് തന്നെ കൊടുത്തു. അപ്പോൾ നമുക്ക് സബ് ജില്ല വരെ ഉള്ളൂ, എനിക്ക് സബ് ജില്ല വരെ ഫസ്റ്റ് കിട്ടി, സബ് ജില്ല ഫസ്റ്റ് കിട്ടി. പിന്നെ ഞാൻ ഹൈസ്കൂൾ എത്തിയതിന് ശേഷമാണ് ചെയ്തത്. ഞാൻ അതായത് 6-നും 7-നും പ്രൊജക്റ്റ് കൊടുത്തു, പിന്നെ 8-നാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ 8-ന് കൊടുത്തത് തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് നടത്തിയ ഒരു മത്സരം പറഞ്ഞിരുന്നല്ലോ, അത് തന്നെയാണ്. അത് നമുക്ക് ഞാൻ അവിടെ ധരിപ്പിച്ച സെയിം സാധനം അല്ല, ഞാൻ ഇത് ഇത്തവണ കൊടുത്തത് ജൈവവൈവിധ്യത്തിലെ ഭക്ഷ്യസമൃദ്ധി എന്ന് പറഞ്ഞിരുന്നു. പരിപാടി സെയിമാണ്, പക്ഷേ വിഷയം വേറെയായിരുന്നു. അപ്പോൾ ഇടയ്ക്കുള്ള ഒരു വർഷം ഞാൻ സ്കിപ്പ് ചെയ്തു, കാരണം അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ അതിന് ശേഷമുള്ള ഞാൻ കൊടുത്തു, അത് എനിക്കിപ്പോൾ ഫസ്റ്റ് കിട്ടി. പിന്നെ ഞാൻ ശാസ്ത്രമേളയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശാസ്ത്രമേള എനിക്ക് നമ്മുടെ സ്റ്റേറ്റിൽ വരെ സെലക്ട് ആയി, സ്റ്റേറ്റിൽ 5th A ഗ്രേഡ് കിട്ടി. അപ്പോൾ ഇത്ര എണ്ണമാണ് ഞാൻ മെയിനായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള പ്രൊജക്റ്റ്. പിന്നെ സ്കൂളിൽ തന്നെ ഒരു ദിവസം ഈ ടീച്ചർ പറഞ്ഞു, കുട്ടികൾക്ക് ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടി പ്രൊജക്റ്റ് എന്താണ്, ഒരു പ്രൊജക്റ്റിൻ്റെ ട്രയൽ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ഡ്യൂപ്ലിക്കേറ്റ് മോഡലാക്കിയിട്ട് ഞാൻ ഒരാണ് കാണിച്ചു കൊടുത്തു. സത്യത്തിൽ കുട്ടികൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല, എന്താണ് സംഭവം ഇത് മനസ്സിലായില്ല. അപ്പം കുറേ ടൈം എടുക്കേണ്ടി വന്നു. കൂട്ടുകാർക്കൊക്കെ ഈ വിഷയം ഇപ്പം ഇതിനെ കുറിച്ചിട്ടായിരിക്കുമല്ലോ കൂടുതൽ സംസാരിക്കേണ്ടാവുക. അപ്പൊ അവർക്കൊക്കെ അതിനോടൊരു താല്പര്യമുള്ള പോലെയോ അല്ലെങ്കിൽ അവർ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇങ്ങനെ കേട്ടിരിക്കാറുണ്ട്? നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെ ഇപ്പം മിക്ക കുട്ടികൾക്ക് തന്നെ അറിയാം അശോക് ഏതാന്ന് പറഞ്ഞാൽ ഒരു ഇതാന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുക, ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ബ്രേക്കിന് വെറുതെ ഇരിക്കുമ്പോണ്ട് ഒരു 6-7 കുട്ടികൾ എൻ്റെ തൊട്ടപ്പുറത്തെ ഡിവിഷനിലാണ് ഒരു വലിയ ഇത്ര കിലോ പച്ചപ്പുഴുവിനെയും പിടിച്ചിട്ട് വരുന്നു. ഇതേതാ പൂമ്പാറ്റേൻ്റെ ലാർവാ അശോക് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് വരും. അങ്ങനെ കുറേ ഉണ്ട്. ഒരു തേളിനെ കാണിച്ച് ചോദിച്ചു ഇതേതാ, ഒരു ഓന്തിനെ കാണിച്ചിട്ട് ഇതേതാ. ഇങ്ങനെ കുറെ തവണ കുട്ടികൾ ഇങ്ങനെ വരുമ്പോ എന്താ തോന്നാ ഉള്ളില്? ആ ഒരു എന്താ പറയാ, ചെറിയായിട്ടൊന്ന് ഹൈറ്റ് തോന്നും, ചെറുതായിട്ടൊന്ന് കഴിക്കല്ലേ? അതെ. ഇപ്പൊ പക്ഷികള്, പൂമ്പാറ്റ, അതേപോലെ തുമ്പി, ഇപ്പൊ ഇത്രയും പേര് കാര്യം പറഞ്ഞു. ഇതിനൊക്കെ പുറമെ മറ്റ് ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? മറ്റു ജീവജാലങ്ങൾ ഞാനിപ്പോൾ പാമ്പുകളെ നോക്കാറുണ്ട്. നമ്മളിപ്പം പാമ്പ്, നമ്മൾ ഇന്നാള് 2-3 ആഴ്ച മുമ്പ് ഒരു കുട്ടി ശംഖുവരേൻ്റെ കടിയേറ്റ് മരിച്ചു. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു വേനൽക്കാലം ആകുമ്പം ഈ ഉണങ്ങിയ ഇലയെല്ലാം കൂട്ടിയിട്ട് കത്തിക്കും. അപ്പോൾ ഈ കത്തിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ പാമ്പുകളുടെ തനതായ ആ ഒരു ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടും. ഇപ്പം നമ്മളിങ്ങനെ വെയിലാണ്, അപ്പം പാമ്പുകൾ ഒരു നല്ല ഹൈഡിങ് സ്പോട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഇലേൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ തെങ്ങിന് തടം എടുക്കുമല്ലോ, തെങ്ങിന് തടത്തിലൊക്കെ ഇതിന് നല്ല ഇഷ്ടമാണ്, കാരണം അത്രയും തണുപ്പ് കിട്ടും, മണ്ണിൻ്റെ തണുപ്പ്, ഇലേൻ്റെ തണുപ്പ്. എങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കും. അപ്പം ഒരു പാമ്പിനെ എവിടെയെങ്കിലും നമ്മൾ കണ്ടാൽ അപ്പം ഇതെല്ലാം കൂട്ടിയിട്ട് തീ കത്തിക്കും. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ പഴയ വീട്ടിൽ ബാക്കിൽ ഒരു 50
സെന്റാണ് സ്ഥലം. അപ്പം ബാക്കിൽ ഫുള്ള് ഞങ്ങൾ കാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നപ്പം ഈ കാട് കണ്ടിട്ട് പലരും ഇങ്ങനെ പേടിക്കും, ഈ പാമ്പ് വരൂലേ പാമ്പ് വരൂലേ. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്കൊന്നും പാമ്പിനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇത് മുറിക്കേണ്ട ഒരു അവസ്ഥ വന്നു, വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥ. അത് ഞങ്ങളോട് ആ ഒരു സ്ഥലം ഫുള്ള് കാട് വെട്ടാൻ എന്നു പറഞ്ഞിരുന്നു. ഞങ്ങൾ ആ സമയത്ത് വാടക വീട്ടിലായിരുന്നു. അപ്പം ഈ കാട് വെട്ടിയപ്പം ഞങ്ങളെ വീട്ടിൽ പിന്നെയും പാമ്പിനെ കണ്ടില്ല. അപ്പുറത്തെ വീട്ടിലെല്ലാം അവർ ഈ അലക്കുകല്ലുണ്ട്, അപ്പം അതിൻ്റെ ചോട്ടിൽ ഫ്രിഡ്ജിൻ്റെ അടിയിൽ പുറത്ത് ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലൊക്കെ ഈ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഒരു പാമ്പിനെ തനതായ ആവാസവ്യവസ്ഥ നശിപ്പിക്കുമ്പം അത് കൂടുതൽ തണുപ്പുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മളെ വീട്ടിൻ്റെ പരിസരത്തേക്ക് വരും. പിന്നെ ഞാൻ തവളകളെ നോക്കാറുണ്ട്. ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ പ്ലാന്റ്സ് ഐഡിയ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ അപ്പം ഇനി അടുത്തത് പ്ലാന്റ്സിലേക്ക് പോകാനാണോ? അതെ, പ്ലാന്റ്സിലേക്ക് പോകാനാണ്. സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ശലഭങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് മുട്ടയിടുന്ന ചെടി ഏതാന്ന് പഠിക്കണം. അപ്പം നമ്മളിപ്പം വീട്ടിലെല്ലാം ഈ മുസാന്ത എന്ന് പറയുന്ന ഒരു ചെടി നടും, ഒരു ചോന്നയിലല്ലേ. അപ്പം അതിൽ ഈ വെള്ളിലത്തോഴി എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റ മുട്ടയിടാറുണ്ട്. പിന്നെ നമ്മൾ ഈ തെങ്ങിൽ എന്ന് പറഞ്ഞാൽ ഒരു പൂമ്പാറ്റ മുട്ടയിടും, ഓലക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞാൽ വളരെ തദ്ദേശീയമായിട്ടിട്ട ഒരു പേരാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരുത്തന്നെ കുറ്റപ്പേരാണ് ഓലക്കണ്ടൻ. അത് ഇട്ടപ്പോ അതിന്റെ കാരണം അവൻ അയച്ചു കൊടുക്കാലോ സ്പെഷ്യലായിട്ട്. അതെ, അതെന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികൾ പറഞ്ഞു ഈ ഓല ആ ഒരു റിലേഷൻ വെച്ചിട്ടിട്ട പേരാണെന്ന് പറഞ്ഞു. അന്നപ്പം പിന്നെ ഞാനിത് ഞെട്ടിപ്പോയി, അന്നപ്പം ഇത്ര തദ്ദേശീയമായ പേര് ഇങ്ങനെ ഇട്ടുന്ന്. അപ്പോൾ നമ്മൾ ചിത്രശലഭങ്ങൾക്ക് മലയാളം പേരിട്ട് നമുക്ക് VC ബാലകൃഷ്ണൻ സാർ എന്ന് പറയുന്ന ഒരു മാഷാണ്. അപ്പം ആ മാഷിന് എനിക്കറിയാം, ഞങ്ങൾ ഇങ്ങനെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പം VC മാഷ് എന്ന് പറഞ്ഞാൽ വളരെ തദ്ദേശീയമായിട്ട് കാണുന്ന പേരുകളാണ് ഇട്ടുകൊടുത്തത്. ഇപ്പം നമുക്ക് പച്ച പാവാടക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പൂമ്പാറ്റകളുണ്ട്. ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മങ്കി പസിൽ എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റേന്റെ ലാർവയാണ്. ഇതിപ്പോ പറഞ്ഞല്ലോ പ്യൂപ്പയാണെന്ന്. ഇതുപോലെ ഓരോ വെറൈറ്റി പ്യൂപ്പകളെ കാണുമ്പോൾ ഇതേപോലെ ഡപ്പയിലിട്ട് അങ്ങനെയാണോ നിരീക്ഷിക്കാറ് പൊതുവെ? എനിക്കിപ്പം ഏറ്റവും മെയിനായിട്ട് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം കാണിട്ടുണ്ട്. ഈ ഒരു മെയ്റ്റിങ് ഇണ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക തരം ലൈറ്റ് ഈ നിശാശലഭത്തിന്റെ കണ്ണിൽ അടിക്കും.